ഇന്നലെയൊക്കെ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം എന്താണ് ഇങ്ങനെയെന്ന് ആലോചിച്ചു പോയിട്ടുണ്ട്. അല്പമെങ്കിലും നാണം ഉണ്ടെങ്കിൽ അയാൾ ഇതിന് മുമ്പേ രാജിവെക്കേണ്ടതായിരുന്നു. ഇതുവരെ രാജിവെക്കാത്തതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും നമുക്കറിയാലോ അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. വളർന്നു വരുന്ന ഓരോ കുട്ടികൾക്ക് പോലും ഇങ്ങനെ ആവരുത് എന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വം കൂടിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങളൊക്കെ അടയാളപ്പെടുത്തുന്നത്. അത് ഇതുപോലെയുള്ള സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല, സാഹിത്യ മേഖല, സിനിമാ മേഖല അടക്കമുള്ള ഇടങ്ങളിൽ ഇതുപോലെ വേട്ടക്കാരന്മാർ നിൽക്കുമ്പോൾ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. ഇതുപോലെ സ്ത്രീകളെ ചൂഷണം ചെയ്ത് പീഡനം ചെയ്ത് മുന്നോട്ട് പോകുന്ന വേട്ടക്കാരന്മാരെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാണിക്കുന്നത് അവർക്ക് മാത്രമുള്ള നീതിയല്ല, ഇനി മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക്, ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെയൊക്കെ പെൺകുട്ടികൾക്ക് സ്വതന്ത്രമായി സുരക്ഷിതത്വമായി മുന്നോട്ട് പോകാനുള്ള ഒരു അടയാളപ്പെടുത്തൽ കൂടി ഇരകൾ കാണിക്കേണ്ടതുണ്ട്. കാര്യമില്ലല്ലോ. ഈ ഒന്ന് ഇയാൾ സിറ്റിംഗ് MLA, 2 ഹൈക്കോടതിയിൽ അറസ്റ്റ് നടന്നിട്ടുണ്ട്, 3 വേറൊരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് പോലീസിൻ്റെ അടുത്ത് ഹാജരാവാനായിട്ട് ഡയറക്ഷൻസ് ഉണ്ട്. പിന്നെ അതിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇനി ഉള്ളി ഡയറക്റ്റഡ് ടു അപ്പിയർ ബിഫോർ ദ പോലീസ് പോരെ. 3ാമത്തെ കേസിന് 3ാമത്തെയോ 4ാമത്തെയോ ഇനി 10 കേസ് വന്നാലും ഈ ക്യാൻ ബി ഡയറക്റ്റഡ് ടു അപ്പിയർ. എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് അതർ ബെയിൽ ക്യാൻസൽ. 2 കേസിലും ബെയിൽ തെറിക്കത്തില്ലേ? നാളെ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ദേ ആർ ആസ്കിംഗ് ഫോർ എ കസ്റ്റഡി. ഒക്കെ കഴിയട്ടെ. ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. അതെല്ലാം കാര്യങ്ങളുണ്ട് ഒരു കേസിന്. അതിന് അവർ ചാർജ് മജിസ്ട്രേറ്റാണ്. ടുമോറോ ദ ജൂറിസ്ഡിക്ഷണൽ മജിസ്ട്രേറ്റ് വിൽ ഹിയർ ദ ബെയിൽ ആപ്ലിക്കേഷൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിഗാർഡിംഗ് ദ ബാംഗ്ലൂർ കേസ്. ഓക്കെ, അതർ വൺ അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്. അപ്പം മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത് പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Poongadilli, the DIG, that please specify the time and place. I will come and appear. And Poongadilli has replied stating that we will inform you. I have the mobile shots with me. Let it be the 3rd case or the 4th case or the 100th case. He can be asked to appear. If he does not appear, get the other 2 bail cancel. He booked a room. He went there. Then he raped her. 2024 January. Date I think it is 24/1. 2024 നടന്നെന്നാണ് പറയുന്നത്. ഈ ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. How can you say it is an offense? You are a young man. A lady calls you to your room. പോലീസ് പറഞ്ഞേക്കുന്നതാണ്. Police can case so many things. പോലീസ് പറയുന്നതാണ് നിയമമെങ്കിൽ പിന്നെ എത്രയോ പേര് ജയിലിൽ കിടക്കണം.